എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. മറ്റ് ഭാഷാ സിനിമകളെ അപേക്ഷിച്ച് നമ്മുടെ ഭാഷയിൽ നെപ്പോട്ടിസം ഇച്ചിരി കുറവായിരുന്നു. കാരണം തമിഴ്, തെലുങ്കൊന്നും പറയാൻ വേണ്ട. തെലുങ്കിലൊരു 4-5 ഫാമിലിയാണ് സിനിമയെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അതൊരു ഫാമിലിയിൽ തന്നെ 14 ഹീറോകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ഫാമിലി തന്നെ. അപ്പൊ മൊത്തത്തിൽ അവരുടെ കൺട്രോളിലാണ് തെലുങ്ക് സിനിമ. അതുകൊണ്ട് നമുക്ക് തെലുങ്ക് സിനിമയൊന്നും നെപ്പോട്ടിസിനെ കുറിച്ച് പറയാൻ പാടില്ല, കാരണം അതിന്റെ ഒരു വിളനിലമാണ്. പിന്നെ കന്നഡ സിനിമ, ഹിന്ദി സിനിമ, തമിഴ് സിനിമയിലൊക്കെ അത്യാവശ്യമുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വാക്കിന് ഒരു പ്രസക്തിയിലാണ്. നെപ്പോട്ടിസോ അതൊന്നും ആൾക്കാരെ അറിയാത്തൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോ ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ഇവരെ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ കണ്ട് വളർന്ന താരങ്ങളുടെ മക്കളും ടെക്നീഷ്യന്മാരുടെ മക്കളും ഒക്കെ സിനിമയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ പൊതുവെ നമ്മളെ സാധാരണക്കാരായ ആൾക്കാർ അവർക്ക് കൈയടിക്കാൻ തുടങ്ങി. നമ്മുടെ മക്കളും ഇതിലേക്ക് എത്തിയപ്പോൾ ആഗ്രഹിക്കുന്നത് ബദലായിട്ട് നമ്മൾ ആരാധിച്ചിരുന്ന താരത്തിന്റെ മകൻ വരുമ്പോൾ നമ്മുടെ മക്കളും കൈയടിക്കുന്ന അവസ്ഥയിൽ ഇനി അവരുടെ മക്കൾ വരുമ്പോൾ അതിന്റെ മക്കൾ കൈയടിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. അപ്പൊ ഈ നെപ്പോ കിഡ്സിനെ കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതിലൊന്ന് കമന്റ് പറയും, നെപ്പോ കിഡ്സോ, എവിടെ നെപ്പോ കിഡ്സ്? അങ്ങനെയൊന്നും ഇല്ല ഭായി. നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയില്ല. കഴിവുണ്ട് നിലനിൽക്കും. അല്ലാണ്ട് നെപ്പോട്ടിസം ഒന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്രയോ പേര് വന്നു പോയി, എത്രയോ പേര് നിലനിൽക്കുന്നു. അപ്പൊ കഴിവുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സ് ഒക്കെ പറയാറുണ്ട്. ഈ കമന്റ് പറയുന്ന ശ്രദ്ധിക്കുക. അത് ശരിക്കും പറയാൻ നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് അല്ലെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ നമ്മളെ എപ്പോഴും നമ്മൾ ഈ ലെവലിൽ തന്നെ നിർത്താൻ വേണ്ടിയുള്ള ഒരു സൂത്രവാക്യമാണ് കഴിവേണ്ടിയെ മാത്രം നിൽക്കത്തുള്ളൂ. എത്ര വലിയ താരത്തിന്റെ മകൻ വന്നാലും കഴിവേണ്ടി മാത്രമാണ് നിൽക്കത്തുള്ളൂ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരനെ അത് ബോധിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് അവരെ കൊണ്ടുവന്നതിന് ശേഷം അവരിങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് നമ്മളെങ്ങനെ ബോധിപ്പിച്ചു തരുവാണ്. കഴിവുണ്ടേ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ നിൽക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ പ്രണവ് മോഹൻലാൽ 4 സിനിമയിൽ അഭിനയിച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രണവ് മോഹൻലാലിന്റെ അഭിനയം ഇഷ്ടപ്പെടുന്നുണ്ട്? അല്ലെങ്കിൽ പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നില്ലോ? ഒരു 4 സിനിമ ചെയ്തില്ലേ? ലാസ്റ്റ് ചെയ്ത സിനിമയും ഹിറ്റാണ്. എങ്ങനെ ഹിറ്റായി? അപ്പൊ നമ്മൾ കൈയടിക്കാൻ വിധിക്കപ്പെടുകയാണ്. അതായത് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇങ്ങനെയാണ് അടുത്തത് നിങ്ങൾ ഇവരെയാണ് ആരാധിക്കേണ്ടത്, നിങ്ങൾ എന്നെ ആരാധിച്ചില്ലേ, അപ്പൊ നിങ്ങളുടെ മക്കൾ ഇനി ആരാധിക്കേണ്ടത് എന്റെ മക്കളെയാണ് എന്നും പറഞ്ഞ് നമ്മളെ അങ്ങ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ അറിയാണ്ട് കൈയടിക്കുകയും നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആരാധന മൂത്ത് വെക്കുന്ന ആൾക്കാർ നമ്മൾ ചെറിയ തെരുവായാലും വരും. ഇതൊരു സിസ്റ്റമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ ആരാധിക്കാനും നമ്മൾ കൈയടിക്കാനും ഒരു ജനവിഭാഗം ഉണ്ടാവും. അവരെ നമ്മൾ എപ്പോഴും അവരുടെ തലമുറയായിട്ട് നമ്മൾ എപ്പോഴും ആരാധിച്ചും കൈയടിച്ചും കൊണ്ടുവരണം. ഈ രാഷ്ട്രീയക്കാർ പോലെ നമ്മളെ ഭരിക്കപ്പെടാൻ ആൾക്കാരുണ്ടാവും. അവരുടെ മക്കൾ നമ്മളെ ഭരിക്കും, അതിന്റെ മക്കൾ നമ്മളെ ഭരിക്കും. ഇവർക്കൊക്കെ വിധേയരായിട്ട് നമ്മൾ കൈയടിക്കാറുണ്ടാവും. ഇത് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനുള്ളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കത്തുള്ളൂ. അപ്പൊ മലയാള സിനിമയിൽ നെപ്പോട്ടിസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നെപ്പോട്ടിസം ഉണ്ട്. ഞാനിപ്പോ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് 60 നെപ്പോക്കിട്ടുകൾ, അതായത് മലയാള സിനിമയില് താരങ്ങളായിട്ടോ ടെക്നീഷ്യന്മാരായിട്ടോ അല്ലെങ്കിൽ മലയാള സിനിമയിൽ അവരുടെ സാന്നിധ്യം അറിയിച്ചിരുന്ന ആൾക്കാരുടെ മക്കളിൽ ഒരു 60 പേരുടെ പേരുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അവരിൽ ചിലർ നിൽക്കുന്നുണ്ടാവും, ചിലർ വന്നു പോയിട്ടുണ്ടാവും, ചിലർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ വന്നു പോയ ആൾക്കാരുണ്ട്, നിലനിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന്ന് മനസ്സിലാക്കാത്ത കേസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ അവസരം എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ലക്ക്. ഇതാണ് ഒരു മനുഷ്യന് വേണ്ടത്. എത്രത്തോളം കഴിവുണ്ട്, അവൻ വലിയ കഴിവുകാരനാണ്, ഇപ്പോൾ ഒരുത്തനും വീട്ടിൽ ഒന്നും ആരും ഒന്നും ആക്കാൻ പോകില്ല. അപ്പൊ അവനൊരു അവസരത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ആ അവസരങ്ങൾ അടയ്ക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള നെപ്പോക്കിറ്റുകളെ വെച്ചിട്ടാണ്. കാരണം നമുക്കൊരു അവസരമായിട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു അവസരം കിട്ടാണ്ട് വന്നെങ്കിൽ ഇവരുടെ തള്ളിച്ച് കൂടുതലാണ്. ഈ നെപ്പോക്കിറ്റ്സിൽ തള്ളിച്ച് കൂടുതലായിട്ട് ഇവരെയൊക്കെ തരണം ചെയ്ത് അതിനുള്ളിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ നെപ്പോക്കിറ്റ്സുകളൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിവില്ലെങ്കിൽ അവർക്ക് സിനിമ പിന്നെയും കൊടുത്ത് അവർ കഴിവുണ്ടാക്കുകയും അവരെ കണ്ട് അവർക്ക് കഴിവുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് ഇത്രയും നെപ്പോക്കിറ്റ്സ് ഉണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നെപ്പോട്ടിസം മലയാള സിനിമ ഉണ്ടോ ഇല്ലെന്ന് തോന്നുമോ, അല്ലെങ്കിൽ ഇല്ല ബൈ അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ചുമ്മയാണ്, നിങ്ങളുടെ ഒപ്പീനിയാണ്, അത് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും, തെറ്റില്ല. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ ഇവരുടെ തള്ളിച്ച് കാരണം കഴിവുള്ള പല ആൾക്കാർക്കും അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇതിനൊരു ഒരു സ്റ്റോപ്പ് ഉണ്ടാവണം. അല്ലെങ്കിൽ സാധാരണക്കാര് മമ്മൂട്ടി മോഡലിലേക്ക് വന്ന രീതിയിൽ ഇനി പുറമേ നിന്ന് ആൾക്കാർക്ക് സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. കാരണം ഇവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി എത്തിപ്പെടുന്നത് വലിയ കഷ്ടമായിട്ട് മാറും ഇനി പോകെ. അപ്പൊ നമുക്ക് ആരൊക്കെയാണ് 60 നെപ്പോക്കിറ്റുകൾ നമുക്ക് നോക്കാം.
നിങ്ങൾ തന്നെ പറയുക, ഇത്രയും പേരെയൊക്കെ കടന്ന് നമ്മുടെ ഒരു സാധാരണക്കാരൻ ഒരു പയ്യൻ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടുക പറഞ്ഞാൽ എളുപ്പമാണോ അതോ ദുഷ്കരമാണോ എന്ന്. പിന്നെ കഴിവുടൻ എത്തിപ്പെടുന്നൊക്കെ പറയുന്ന വേദവാക്യമൊക്കെ ചുമ്മയാണ്. അവസരങ്ങൾക്കാണ് പ്രാധാന്യം. ഈ അവസരങ്ങളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ കാരണം നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ അത് ഇനി നിങ്ങൾ സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മൾ കൈയടിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ കൈയടിക്കുന്നത് നമ്മൾക്കിടയിൽ മൊത്തം പോകുമ്പോഴാണ്. അല്ലാണ്ട് നമ്മൾ ആരാധിച്ചിരുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി കൈയടിക്കുകയും നമ്മുടെ മക്കള് അവരുടെ മക്കൾക്ക് വേണ്ടി കൈയടിക്കുകയും പിന്നീട് അതിന്റെ മക്കള് അവരുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെ ആ ഒരു തലമുറയായിട്ട് അവരിങ്ങനെ നമ്മുടെ മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ തലമുറയായിട്ട് നമുക്ക് അവർക്ക് കൈയടിച്ചും ആരാധിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ അത് വേണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇത്രയും കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് തോന്നണോ ആ കാര്യം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ ഇനി നല്ല വീഡിയോസ് ഇട്ട് വന്നവരെ ബൈ.